ഗുഡ് ഈവനിങ് ഗൈസ്, എല്ലാവർക്കും ഡെയിലി അനാലിസിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമുക്ക് നിഫ്റ്റി ചാർട്ട് ഫസ്റ്റ് നോക്കാം. നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ നോക്കാം, ദെൻ 5 മിനിറ്റ് ക്യാൻഡിലോട്ട് നമുക്ക് മൂവ് ചെയ്യാം. ഡെയിലി ക്യാൻഡിൽ ബുള്ളിഷാണ്. ഒരു ഡബ്ല്യു പാറ്റേൺ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഡബ്ല്യു പാറ്റേൺ ഫോർമേഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ബട്ട് ഇന്നലെ നമ്മൾ വേറൊരു കാര്യം നമ്മൾ സംസാരിച്ചിരുന്നു. ഇതിലൊരു വലിയൊരു മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യേണ്ടതെന്ന്. കാരണം ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ആ ഒരു മൊമെൻറ്റം തന്നെയാണ്, വേറെ വലിയ മൊമെൻറ്റം ഒന്നും ഉണ്ടായിട്ടില്ല. സ്ലൈഡ്ലി ഗ്യാപ്പപ്പ് ആയിരുന്നു. ഇന്നലെ ക്ലോസിംഗ് കുറച്ച് താഴെയായിരുന്നു, ക്ലോസിംഗ് പോയിന്റ് താഴെയായിരുന്നു. അത് കമ്പാരിറ്റീവ്ലി വന്നപ്പോൾ കുറച്ച് ഗ്യാപ്പപ്പ് ആയിരുന്നു. പിന്നെ അവിടെ തന്നെ ഒരു കൺസോളിഡേറ്റ് ചെയ്തു താഴോട്ട് വന്നു. ഡേ ലോ ക്രോസ് ചെയ്തതിന് ശേഷം ചെറിയൊരു പുൾ ബാക്ക് വന്ന് മുകളിലോട്ട് പോയി. ഇവിടെ ഇപ്പോൾ നമ്മൾ ട്രേഡ് എടുത്താലും ഈ ഒരു പോയിന്റ് ട്രേഡ് എടുത്താലും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തായിരുന്നു. ഇവിടെ സെല്ലിങ് എടുത്താലും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തായിരുന്നു. രണ്ട് സൈഡുള്ള വോൾട്ടിലിറ്റി ഉണ്ടായിരുന്നു. ഇന്നലെ രണ്ട് സൈഡ് വോൾട്ടിലിറ്റി ഉണ്ടായിരുന്നു. ബട്ട് നാളെ ഒരു ട്രേഡിനുള്ള ചാൻസ് ഉണ്ട്. നാളെ ട്രേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ മാർക്ക് ചെയ്യാം. ഈ ഒരു ഏരിയയിൽ ഇവിടെ ഒരു പ്രൈസ് ആക്ഷൻ ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുവരെ ഉള്ളൊരു ട്രേഡ് നമുക്കില്ലെങ്കിൽ 25,000 വരെയുള്ള ട്രേഡിന് ചാൻസ് ഉണ്ട്. ഒരു 150 പോയിന്റിനുള്ള ട്രേഡിന് നാളെ ചാൻസ് ഉണ്ട്. താഴോട്ടാണെങ്കിൽ. മുകളിലോട്ടാണെങ്കിൽ വലിയ ട്രേഡ് എനിക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഡെയിലി ക്യാൻഡിലിന് ഒരു നെഗറ്റീവ്, ഒരു പുൾ ബാക്കിൻ്റെ ഒരു ആവശ്യകത ഉണ്ട്. കണ്ടിന്യൂസ് 2 ക്യാൻഡിൽ പോയി ചെറിയൊരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ചെറിയൊരു ഇതുവരെ ഒരു പുൾ ബാക്കിനൊരു ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നാളെ ഒരു താഴോട്ട് ഒരു ചെറിയൊരു 150 പോയിന്റ്സിൻ്റെ ട്രേഡിന് ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, നോക്കാം നമുക്ക് താഴോട്ട് ട്രേഡ്. മുകളിലോട്ടാണെങ്കിൽ ഒരു ക്യാൻഡിൽ എനിക്ക് വലിയ പ്രതീക്ഷയില്ല. അല്ലെങ്കിൽ നെഗറ്റീവ് ക്യാൻഡിലിൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ മുകളിലോട്ടുള്ള ട്രേഡിന് എനിക്ക് വലിയ എക്സ്പെക്റ്റേഷൻസ് ഇല്ല. നോക്കാം നമുക്ക്. ഈ രീതിയിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രൈസ് ആക്ഷനോട് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുവരെയുള്ള ഒരു ടാർഗറ്റ് നമുക്ക് നാളെ എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും വോളറ്റൈലായിരുന്നു, ഫുള്ളി വോൾട്ടൈലായിരുന്നു. മുകളിലോട്ട് പോയി ഡേ ഹൈയും ക്രോസ് ചെയ്ത് ഡേ ലോയും ക്രോസ് ചെയ്ത് ഓൾമോസ്റ്റ് ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരു ഈ 5 മിനിറ്റ് ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ലോയും ക്രോസ് ചെയ്ത് ഹൈയും ക്രോസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ തന്നെ ക്ലോസ് ചെയ്യാൻ ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന്. ഓക്കെ, അങ്ങനെ തന്നെയാണ് അന്ന് ക്ലോസ് ചെയ്തത്. നമുക്ക് ബിറ്റ്കോയിൻ നോക്കാം. ബിറ്റ്കോയിൻ നമുക്ക് ഫസ്റ്റ് ഡെയിലി ക്യാൻഡിൽ നോക്കാം. ഡെയിലി ക്യാൻഡിൽ നോക്കിയിട്ട് ഡെയിലി ക്യാൻഡിൽ ഒരു കൺവിൻസിങ് ആയിട്ട് തോന്നുന്നില്ല. ഒരു സെല്ലിംഗ് ഉണ്ടാവുന്നുണ്ട്, കണ്ടോ? മുകളിലോട്ട് പോയിട്ട് ഒരു സെല്ലിംഗ് ഉണ്ടാവുന്നുണ്ട്, പിന്നെ ബയേഴ്സ് വരുന്നുണ്ട്. ഇതും മുകളിലോട്ട് പോയിട്ട് ഒരു സെല്ലിംഗ് ഉണ്ടാവുന്നുണ്ട്, താഴോട്ട് സെല്ലിംഗ് ഉണ്ടാവുന്നുണ്ട്, ബയേഴ്സ് വരുന്നുണ്ട്. മുകളിൽ നിന്നൊരു സെല്ലിംഗ് ഉണ്ടാവുന്നുണ്ട്. നമുക്ക് 1 അവർ ചാർട്ട് എങ്ങനെയാണെന്ന് നോക്കാം. 1 അവർ ചാർട്ടിൽ കുറച്ച് ബുള്ളിഷ് ആണിത്. ഈ ഒരു ഏരിയ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 94,000 വരെയുള്ള ട്രേഡ് എടുക്കാം ഇതുവരെ ഉള്ള. പക്ഷെ വലിയ മൊമെന്റം പക്ഷെ താഴോട്ടാണ്. ഈ ഒരു ഈ ലോ ക്രോസ് ചെയ്ത് 86,500 ഒക്കെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ താഴോട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതാണ് ആദ്യം ഇവിടെ നമ്മൾ ഡേ ക്യാൻഡിൽ പറഞ്ഞത്. ഈ ഒരു സെല്ലിംഗ് ക്യാൻഡിൽ കണ്ടപ്പോൾ, വീക്ക്ലി ക്യാൻഡിൽ കണ്ടപ്പോൾ താഴോട്ടുള്ള ട്രേഡ്. പക്ഷെ ഇവിടെ നിന്ന് ചെറിയൊരു പുൾ ബാക്ക് വരുന്നുണ്ട് താഴോട്ട്. ഈ സോണെല്ലാം ഓൾറെഡി ഒത്തിരി പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിട്ടുള്ള സോണാണ്. താഴോട്ടാണെങ്കിൽ നമുക്ക് ഇതുവരെയുള്ള ഒരു ട്രേഡിനുള്ള ചാൻസ് ഒരു 4-5,000 കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നിഫ്റ്റി മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ആണെങ്കിൽ നല്ലൊരു പുൾ ബാക്ക് ആയിരുന്നു ഇന്ന്. ഓൾമോസ്റ്റ് 1.2% അടുപ്പിച്ചുള്ള ഒരു പുൾ ബാക്ക്, ഒരു ഡബ്ല്യു പാറ്റേൺ പോലെ ഫോം ആവുന്നുണ്ട്. ഞാൻ പറഞ്ഞതായിരുന്നു, ഈ ഒരു 15,000 അടുപ്പിച്ചുള്ള ഇതാണ് ലാസ്റ്റ് സപ്പോർട്ട്. ഇതില്ലെങ്കിൽ പിന്നെ ഇതുവരെ വരാനുള്ള സപ്പോർട്ട്. പക്ഷേ ഈ ഒരു സപ്പോർട്ടിൽ റിവേഴ്സ് ആവുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ ഇവിടെ ഈ ഒരു ഏരിയ ഫോളോ ആയപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു ഏരിയയിൽ തന്നെ സപ്പോർട്ട് വരും, ഇതാണ് ലാസ്റ്റ് സപ്പോർട്ട് എന്നും പറയുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് റിവേഴ്സ് ചെയ്യണമെങ്കിൽ നല്ലതായിരുന്നു. ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഉള്ളതൊക്കെ 14,000 ഒത്തിരി താഴെയാണ്. ഓക്കെ, നിഫ്റ്റി മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് ഒരു ഡബ്ല്യു പാറ്റേൺ പോലെ ഫോം ആവുന്നുണ്ട്. ഓക്കെ, സിൽവർ നമ്മൾ ഇന്നലെ സംസാരിച്ചായിരുന്നു. സിൽവറിൻ്റെ 1 അവർ ചാർട്ട് എടുക്കാം. 4 അവർ ചാർട്ടാണത് നമ്മൾ ഇന്നലെ സംസാരിച്ചത്. 4 അവർ ചാർട്ടിൽ ഇതൊരു ബെൻഡ് ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെറിയ സ്റ്റോപ്പ് ലോസ് വയ്ക്കാനാണ് പറഞ്ഞത്, അത് തിരിച്ചു പോയി. പക്ഷെ ഗോൾഡ് നമ്മൾക്ക് ആ എൻട്രി കിട്ടിയില്ല. ഗോൾഡ് നമ്മൾ ഈ ഒരു ഏരിയൻ്റെ താഴെയാണ് ബെൻഡായിട്ട് താഴെ വരാണെങ്കിൽ എൻട്രി എന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ താഴോട്ട് വന്നില്ല.
അവിടെ നിന്ന് മുകളിലോട്ട് തന്നെ പോയി. സോ ഗോൾഡ് ഇവിടെ എന്തെങ്കിലും ബെൻഡ് ആവുമെന്ന് നോക്കാം. ഗോൾഡ് ഒത്തിരി സ്ട്രെച്ച് ആയിട്ടുണ്ട്. ഗോൾഡിന്റെ വീക്ക്ലി ക്യാൻഡിലൊക്കെ വളരെ സ്ട്രോങ് ആണ്, നല്ല സ്ട്രോങ് ആണ്. വീക്ക്ലി ക്യാൻഡിലും മന്ത്ലി ക്യാൻഡിലൊക്കെ ഒത്തിരി സ്ട്രോങ് ആണ്. പ്യൂർലി ബുള്ളിഷ് ക്യാൻഡിലാണ്. ഉണ്ടോ ഒരു സെല്ലിങ്ങിന്റെ ഒരു ഇതുപോലും ഇല്ല. പക്ഷെ ഭയങ്കര സ്ട്രെച്ച് ആയിട്ടുണ്ട് ഗോൾഡ്. ഓൾമോസ്റ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ 2000 5000 വരെ, 5200 വരെ ത്രീ ടൈംസ് എക്സ് 1 ഇയറിൽ കൊണ്ട് പോയിട്ട് 1.5 ഇയറിൽ പോയിട്ടുണ്ട്. സോ ഗോൾഡ് നല്ലൊരു നല്ലൊരു മൂവ്മെന്റ് നടത്തിയിട്ടുണ്ട്. സോ എത്രത്തോളം മുന്നോട്ട് പോകുന്ന അറിയത്തില്ല. ബട്ട് സെല്ലിങ് വരുമ്പോൾ നല്ലൊരു സെല്ലിങ്, സഡൻ സെല്ലിങ് വരാണെങ്കിൽ നമുക്ക് ബെൻഡ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. നമുക്ക് ബെൻഡ് ചെയ്താൽ നമുക്ക് എല്ലാത്തിലും പോയി നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റില്ല. ബെൻഡ് ആവുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ബെൻഡ് ചെയ്തിട്ട് സോർട്ട് ചെയ്യാനാണ് നല്ലത്. അപ്പം നമുക്ക് കുറച്ച് പോയിന്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇൻഡെക്സ് മാപ്പ് നോക്കാം. ഇൻഡെക്സ് മാപ്പിലെല്ലാം പോസിറ്റീവ് ആയിരുന്നു. നിഫ്റ്റി 50.66, നെക്സ്റ്റ് 50 2.26, നെക്സ്റ്റ് 50 2.26 അപ്പായിരുന്നു. മിഡ് ക്യാപ്പ് 1.65 എല്ലാം അപ്പായിരുന്നു. നമുക്ക് സെക്ടോറൽ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓട്ടോ 0.69 അപ്പായിരുന്നു. FMCG ഡൗൺ ആയ സ്റ്റോക്സ് FMCG ഹെൽത്ത് കെയർ ഇൻഡെക്സ് ഡൗൺ ആയിരുന്നു. ഓയിൽ ആൻഡ് ഗ്യാസ് 3.40 അപ്പായിരുന്നു ഇന്ന്. നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് 0.56 അപ്പായിരുന്നു. നിഫ്റ്റി മിഡ് സ്മോൾ ഫിനാൻഷ്യൽ 1.84 അപ്പായിരുന്നു. ഫിനാൻഷ്യൽ സർവീസ് എക്സ് ബാങ്ക് 1.98. എല്ലാം നല്ല തരക്കേടില്ലാത്തൊരു മൂവ്മെന്റ് ആണ് നടത്തിയത്. നമുക്ക് ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ BEL 9.21, ONGC 8.18, കോൾ ഇന്ത്യ 5.27 എല്ലാം അപ്പായിരുന്നു. എറ്റേണലും അപ്പായിരുന്നു 5.06. മാരുതി ഡൗൺ ആയിരുന്നു 2.39. ഏഷ്യൻ പെയിന്റ് 4.22. ഏഷ്യൻ പെയിന്റ് ഇന്നലെ ഡൗൺ ആയിരുന്നു. ടാറ്റ കൺസ്യൂമർ 4.55 ഡൗൺ ആയിരുന്നു. നെക്സ്റ്റ് 50 നോക്കുകയാണെങ്കിൽ CG പവർ 9.26, സോളാർ ഇൻഡസ്ട്രീസ്. ഡിഫൻസ് സ്റ്റോക്സ് ഒക്കെ ഇന്ന് അപ്പായിരുന്നു. ഡിഫൻസ് സ്റ്റോക്സ് ഓൾമോസ്റ്റ് ഡിഫൻസ് സെക്ടർ തന്നെ 6% അപ്പായിരുന്നു. 9.42, എൻട്രിൻ 7.88, മാസ്റ്റോക്സ് 7.5 അപ്പായിരുന്നു. ടൊറൻ ഫാർമ ഡൗൺ ആയിരുന്നു. ബ്രിട്ടാനിയ, ഇൻഡസ്ഇൻഡ് എല്ലാം ഡൗൺ ആയിരുന്നു. നമുക്ക് മിഡ് ക്യാപ്പ് 150 നോക്കുകയാണെങ്കിൽ OAL 9.87%, മോട്ടിലാൽ ഓസ്വാൽ 7.53, BDL 7.18 അപ്പായിരുന്നു. ഭാരതി EXA 2.95, ബർജർ പെയിന്റ് 3.22, VMM 3.66 അപ്പായിരുന്നു. സ്മോൾ ക്യാപ്പും കൂടെ നോക്കാം. സ്മോൾ ക്യാപ്പിൽ തേജസ് നെറ്റ്വർക്ക് 14% അപ്പായിരുന്നു. തേജസ് നെറ്റ്വർക്ക് കണ്ടിന്യൂസ്ലി ഫോളോ ആവുന്ന ഒരു സ്റ്റോക്കാണ്. ഒത്തിരി നാളായിട്ട് ഡൗൺ ആയിരുന്ന സ്റ്റോക്കാണ്. ജസ്റ്റ് ഒരു ക്യാറ്റ് ബൗൺസ് പോലെ എനിക്ക് തോന്നുന്നില്ല, തിരിച്ച് റിവേഴ്സൽ പോലെ എനിക്ക് തോന്നുന്നില്ല. ഡേറ്റ പാറ്റേൺസ് 13.52 അപ്പായിരുന്നു. ഹിന്ദുസ്ഥാൻ കോപ്പർ 13.48. ഹിന്ദുസ്ഥാൻ കോപ്പർ ഒക്കെ നല്ല മൊമെന്റം തന്നിട്ടുണ്ട്. ഹോം ഫസ്റ്റ് 4.65, റാഡിക്കോ 5.34, AAL 3.53 ഇതെല്ലാം അപ്പായിരുന്നു. ഓക്കെ, ഇതെല്ലാം ഡൗൺ ആയിരുന്നു. ഓക്കെ, സോ ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതെല്ലാമാണ് ഇന്നത്തെ അനാലിസിസ്. നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും താങ്ക് യു.